ഞാൻ എൻ്റെ ആദ്യത്തെ സിനിമയിൽ താരതമ്യേന അത്ര പ്രശസ്തരല്ലാത്ത അഭിനേതാക്കളുമായിട്ടാണ് സിനിമ ചെയ്തു തുടങ്ങിയത്. മുകേഷ് സിനിമയിലേക്കൊക്കെ എത്തി തുടങ്ങുന്ന കാലമാണ്. ശ്രീനിവാസൻ, ജഗദീഷ് തുടങ്ങിയവരൊക്കെ അവരുടെയൊക്കെ തുടക്കകാലമാണ്. അതുകൊണ്ട് തന്നെ അവർ അത്തരത്തിലുള്ളൊരു പോപ്പുലാരിറ്റിയിലേക്ക് എത്തുന്നതിന് മുമ്പാണ് ഞാൻ ആദ്യത്തെ സിനിമ അങ്ങനെയുള്ള ചെറിയ ആൾക്കാരെ വെച്ചൊരു പുതിയ സംവിധാനം ചെയ്യുന്നത്. പക്ഷേ കമലിനെ സംബന്ധിച്ചിടത്തോളം ലഭിച്ചൊരു ഭാഗ്യം മോഹൻലാലിനെ പോലുള്ളൊരു അക്കാലത്തെ മോഹൻലാലിൻ്റെ തുടക്കകാലം അല്ലെങ്കിൽ മോഹൻലാലൊരു താര പദവിയിലേക്ക് എത്തിയ ശേഷം, ഒരു സൂപ്പർ താര പദവിയിലേക്ക് എത്തിയ ശേഷം അദ്ദേഹത്തെ പണ്ട് നടനെ വെച്ച് ആദ്യ ചിത്ര സംവിധാനം ചെയ്യാൻ കഴിയുക, അതും ശ്രീ സായി പ്രൊഡക്ഷൻസ് പോലെയുള്ള ഒരു വലിയ പ്രമുഖ പ്രൊഡക്ഷൻ ഹൗസിന് വേണ്ടിയിട്ട് ചെയ്യാൻ കഴിയുക എന്നുള്ളതൊക്കെയാണ് വലിയ കാര്യമാണ്. സിനിമയിൽ എത്തുന്ന അല്ലെങ്കിൽ സ്വതന്ത്ര സംവിധായകരാകുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ തമ്മിൽ കാണാതെ അറിഞ്ഞവരാണ്. അതിൻ്റെ പുറകിലൊരു കഥയുണ്ട്. ഞാൻ നവോദയയിലാണ്. ഞാൻ നവോദയയിലെ സഹസംവിധായകനായിട്ട് അവിടെ തുടങ്ങിയതാണ്. അപ്പം അത് ആലപ്പുഴ കേന്ദ്രീകരിച്ചാണ് നവോദയ സ്റ്റുഡിയോ ഉള്ളത്. അപ്പം മിക്കവാറും ആലപ്പുഴയിലുള്ളപ്പോൾ സ്റ്റുഡിയോയുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ഉണ്ടാവും. അല്ലെങ്കിൽ ഷൂട്ടിംഗ് എവിടെയാണോ അവിടെ പോയി ഷൂട്ടിങ്ങിൻ്റെ ഭാഗമായിട്ട് കേരളത്തിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ പോകാറുണ്ട്. ഇതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകളായിട്ട് മദ്രാസിലേക്ക് പോകും. മദ്രാസിൽ പോയാലും ഒന്നെങ്കിൽ നവോദയയുടെ ഗസ്റ്റ് ഹൗസിലായിരിക്കും താമസം, അല്ലെങ്കിൽ അവിടെ തിരക്കുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഈ അസിസ്റ്റൻ്റ് ഡയറക്ടേഴ്സിനൊക്കെ താമസിക്കാൻ പറ്റുന്ന ഒരു ഇടത്തരം ലോഡ്ജുകളിലോ ഹോട്ടലുകളിലൊക്കെ ആയിരിക്കും താമസിക്കുക. അതുകൊണ്ട് തന്നെ ഞാൻ ഈ കോടമ്പക്കത്തിൻ്റെ പറഞ്ഞു കേൾക്കുന്ന പൈപ്പിൻ ചോട്ടിൻ്റെ വെള്ളം കുടിച്ചും അലഞ്ഞും കഷ്ടപ്പെട്ടും നടന്നൊരു കഥ പറയാൻ എനിക്കില്ല. പക്ഷെ കമൽ ആ കോടമ്പക്കത്തിൻ്റെ കടുത്ത വേനലിലൂടെ പൈപ്പ് വെള്ളം കുടിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ അവിടുത്തെ ഏറ്റവും പരുക്കനായ ജീവിത സാഹചര്യങ്ങളിലൂടെയൊക്കെ തന്നെയാണ് സിനിമയിൽ എത്തിപ്പെടുകയും ഇന്ന് ഈ ഒരു 40 വർഷത്തിന് ശേഷം നമ്മളിന്ന് അദ്ദേഹത്തെ ഇവിടെ ആദരിക്കാനായിട്ടുള്ള സാഹചര്യത്തിലേക്ക് അദ്ദേഹം ഉയർന്നു വന്നതും.